ശ്രീ അൻവർ സാദത്ത്. സാർ, ഞാൻ ഈ ഉന്നയിക്കുന്ന വിഷയം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് പഞ്ചായത്ത് റോഡുകളിലും PWD റോഡുകളിലും സഞ്ചാരയോഗ്യമല്ലാതെ, അതുപോലെ അവർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ താറുമാറായി കിടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. സാർ, അതിനകത്ത് നമുക്കറിയാം, ഇന്ന് പഞ്ചായത്ത് മെമ്പർക്കും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളൊക്കെ ജനങ്ങളുടെ പരാതി കേട്ട് മടുത്തു. ജനങ്ങൾ ഞങ്ങളെ പഴി പറയുകയാണ്. അതൊരു വസ്തുതയുമാണ്. കാരണം ഈ റോഡുകൾ നന്നാവുന്നില്ല. എന്താണ് കാരണം? ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കായി സംസ്ഥാനത്തിന് ത്രിതല പഞ്ചായത്ത് പരിധിയിൽ വരുന്നതും PWDയുടെ പരിധിയിൽ വരുന്നതുമായ റോഡുകൾ സൈഡുകളിൽ കുഴിയെടുത്ത് പൈപ്പിടൽ പ്രവൃത്തി നടത്തി. പക്ഷേ അത് സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുന്നില്ല. സാർ, എൻ്റെ പഞ്ചായത്തുള്ള ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, ശ്രീമൂലകരം, കാഞ്ഞൂര്, എടത്തല, കീഴ്മാട്, ഇത്തരം പഞ്ചായത്തുകൾ, ഇത് എൻ്റെ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെ ഇരിക്കുന്ന MLA-മാരുടെ എല്ലാവരുടെയും നിയമസഭാ മണ്ഡലത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തിലെയും ദുരിതം ഇതാണ്. കാരണം എല്ലായിടത്തും നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മഴ പെയ്തോടുകൂടി ഒരു രക്ഷയുമില്ല. തെന്നി വീഴുകയാണ്, കുഴികൾ വീഴുന്നു, ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റുന്നു, വണ്ടികൾക്ക് ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം സർക്കാർ നോക്കുകുത്തിയാവുകയാണ്. സാർ, ഇതിൻ്റെ പ്രധാനമായി ഞങ്ങൾ നിരന്തരമായി മീറ്റിങ്ങുകൾ വിളിക്കുന്നു. ഇപ്പം എൻ്റെ പ്രധാനപ്പെട്ട റോഡ് ആലുവ പെരുമ്പാവൂർ റോഡ് 10/15/2023 7-8 മാസമായി. അന്ന് PWD പെർമിഷൻ കൊടുത്താണ്. അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം, ജലവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികൾക്ക് കത്തെഴുതി ജലജീവൻ മിഷന്റെ പദ്ധതിക്ക് എത്രയും വേഗം അത് നടപ്പിലാക്കാനുള്ള NOC കൊടുക്കുവാൻ, അതിൻ്റെ കാര്യങ്ങൾ മുൻകൈ എടുത്ത് ഇറങ്ങണമെന്ന് MLA-മാർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കത്ത് നൽകി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അങ്ങനെയാണ് ഈ റോഡിന് പെർമിഷൻ ഞങ്ങളോട് മുൻകൈ എടുത്ത് പെർമിഷൻ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായത്. ഈ ആലുവ പെരുമ്പാവൂർ റോഡ് സാർ ഇന്ന് വളരെ മോശമായി കിടക്കുകയാണ്. സാർ, അവിടുത്തെ ജനങ്ങൾ പഴി പറയുകയാണ്. ഭരണകക്ഷി പറയും MLA-യുടെ കുഴപ്പമാണെന്ന് പറയും. അതാണ് ഭരണകക്ഷി പറയും MLA-യുടെ കുഴപ്പമാണെന്ന് പറയും. ജനങ്ങൾ പറയുന്നത് തെറ്റില്ല. കാരണം ജനങ്ങൾ സാർ, ഇത് വളരെ ഗൗരവമായ വിഷയം കൊണ്ട് ഗൗരവമായ സാർ. അപ്പോൾ ആ ആലുവ പെരുമ്പാവൂർ റോഡ് ഇന്ന് വളരെ ഗുരുതരമായ കുഴികളായിട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞേ, ആ 8 മാസമായി ജലജീവൻ മിഷന് വേണ്ടി വിട്ടുകൊടുത്ത് NOC കൊടുത്തിരിക്കുന്നത് തീർക്കുന്നില്ല. ഇല്ല, കുതിരവട്ട പപ്പു സിനിമയെ പറഞ്ഞത് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാല് ജലവകുപ്പ് ഒന്നും ചെയ്തില്ല. അപ്പൊ കോൺട്രാക്ടർമാരെന്ത് പറയുന്നു? ഞങ്ങൾക്ക് പണം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങള് പണി ചെയ്യാതെ ഇവിടെ പെൻഡിങ് കിട്ടുകയെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ വെറുതെ എന്തിനാ? കാശില്ലെങ്കിൽ ഈ പണിക്ക് പോണേനെ സർക്കാർ. അതാണ് ന്യായമായി ചോദിക്കുന്നത്. ഈ ജനങ്ങൾ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. സാർ, എന്തിനാ സാർ ഇത് അവസാനിപ്പിക്കാൻ? അതുകൊണ്ട് ഈ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ ജലവകുപ്പ് അല്ലല്ല, സബ്മിഷനാണ്. സബ്മിഷൻ ഇങ്ങനെ സമയം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ബഹളം വെച്ചാൽ പറ്റില്ല സബ്മിഷന്. നോ 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 സബ്മിഷന് 2 മിനിറ്റാണ്. അങ്ങ് 3.5 മിനിറ്റ് എടുത്തു. കൺക്ലൂഡ് ചെയ്യൂ സാർ. കൺക്ലൂഡ് ചെയ്യാം സാറേ. ഇത് ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിച്ചത്. എല്ലാം MLA അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് എത്രയും വേഗം ഇത് നടപ്പിലാക്കണേ. സർക്കാർ കാശ് കൊടുക്കണം. പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പൈസ കൊടുക്കണം. അത് കൊടുത്ത് എത്രയും വേഗം റോഡ് സഞ്ചാരമാക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട MLA അൻവർ സാദത്ത് പറഞ്ഞ സബ്മിഷൻ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മുടെ നിയമസഭ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കൊരു വിഷയത്തെ കാണേണ്ടത് സമ്പൂർണ്ണമായ വിഷയത്തിൻ്റെ ഗൗരവത്തിലായിരിക്കണം. കേരളത്തിൽ സമ്പൂർണ്ണമായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഒരു വശത്ത്, കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് റോഡുകൾ മുറിക്കേണ്ടി വരും എന്നുള്ള വിഷയം മറുവശത്ത്. അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് നിശ്ചയിക്കാം. ഇവിടെ കാണേണ്ട ഒരു വിഷയം, സംസ്ഥാനത്ത് എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ജലജീവൻ മിഷൻ്റെ പദ്ധതി നല്ല നിലയിൽ തന്നെ തുടർന്ന് വരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താ? ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ഗ്രാമീണ ഭവനങ്ങളിൽ ലഭ്യമാക്കിയിരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമാണ്. കേരളത്തിൽ ഗ്രാമീണ ഭവനങ്ങളുടെ എണ്ണം 70,85,000.
കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ള കണക്ഷൻ്റെ സ്ഥാനത്ത് 18 ലക്ഷവും കൂടി പുതിയതായി കൊടുത്ത് 35-36 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളമെത്തി. അത് അസഹിഷ്ണുത കാണിക്കണ്ട. ഇതെൻ്റെ കണക്കല്ല, ജലശക്തി മന്ത്രാലയത്തിൻ്റെ കണക്കാണ്. അർത്ഥം എന്താ? 22% കേരളത്തിൽ കുടിവെള്ള കണക്ഷൻ കൊടുത്തിരുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഏതാണ്ട് 40%, 50%-ന് മുകളിൽ കുടിവെള്ളം കൊടുത്തിരുന്ന പശ്ചാത്തലത്തിലാണ് ജലജീവൻ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് പലപ്പോഴും വാർത്തകളിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. 75% ദേശീയ ശരാശരി കഴിഞ്ഞിരിക്കുന്നു. കേരളം വളരെ പിറകിൽ. കാണേണ്ട വസ്തുത എന്താ? ഇവിടെ 22%-ൽ നിന്നും 52% ഉയർന്നു എന്ന് പറയാൻ 30% പണി നമ്മൾ ഇതിനോടകം തന്നെ നടത്തി വെള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കണക്കല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ശേഷിച്ച കണക്ഷൻ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് നമുക്ക് ആവശ്യം വേണ്ടി വരുന്നത്. അങ്ങനെ വരുന്ന കണക്ഷൻ കൊടുക്കുന്നതിന് ഏകദേശം ഇതിനോടകം തന്നെ ആവശ്യമായ മുഴുവൻ തുകയും നമ്മൾ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞു. ഏകദേശം 40,000-ൽ പരം കോടി രൂപയുടെ മുകളിൽ ഭരണാനുമതി കൊടുത്ത് അതിൻ്റെ നിർമ്മാണങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരികയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ പൊളിക്കുന്ന വിഷയമാണല്ലോ സബ്മിഷനായി പറഞ്ഞത്. പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ പൊളിക്കണമെങ്കിൽ ആ തുക വാട്ടർ അതോറിറ്റി അടയ്ക്കണം. ആ തുക അടച്ചു. പിന്നെ എന്താ പ്രശ്നം? ചില സന്ദർഭങ്ങളിൽ ചില റോഡിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ വളരെ നല്ല നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയാണ്. ഇത് തമ്മിൽ ആലോചിച്ച് പരസ്പരം നിരവധി യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. എങ്കിലും സാങ്കേതികമായ ചില തടസ്സങ്ങൾ ചില പ്രദേശങ്ങളിലുണ്ടായെന്ന് വരാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ റോഡ് പണി കഴിഞ്ഞാൽ ഉടനെ പൊളിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, എന്നാൽ അതിനു മുൻപ് ഈ പൈപ്പ് ഇട്ട് തീർക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക. നമുക്ക് പൈപ്പ് ലേ ചെയ്താൽ മാത്രം പോരല്ലോ, അത് താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ആ പൈപ്പ് ലേ ചെയ്ത് പ്രഷർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമല്ലാതെ പൂർണ്ണമായ തോതിൽ കോൺക്രീറ്റോ ടാറോ ചെയ്താൽ ആ റോഡ് എങ്ങനെ പൊളിക്കേണ്ടി വരും? അത്തരം കാര്യങ്ങളുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഇനി ഗ്രാമപഞ്ചായത്ത് എടുത്താൽ 1, 2, 3 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കാൻ അനുവദിച്ച തുക റിസ്റ്റോർ ചെയ്യാൻ തുകയില്ല. അത് പഞ്ചായത്ത് വേണം ചെയ്യാൻ. ആ നടപടി പശ്ചാത്തലത്തിലാണ് ആരംഭിച്ചത്. പക്ഷേ ഇത് വന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 15ാം ധനകാര്യ കമ്മീഷൻ്റെ അൺഡയൽഡ് ഫണ്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ നിരന്തരമായി ബന്ധപ്പെട്ട് നേടിയെടുത്ത് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും അത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കത്തക്ക നിലപാട് സ്വീകരിച്ചു. എന്നാൽ അതുകൊണ്ടും പ്രശ്നം തീരില്ലെന്ന് മനസ്സിലാക്കി. കാര്യം പഞ്ചായത്തുകൾക്ക് അതിനുള്ള ആസ്തിയോ തുകയോ ഇല്ല. അതുകൊണ്ട് 1, 2, 3 സെക്ടറി വന്നത് 6ാമത്തെ സെക്ടറായിട്ട് വരുന്ന സാക്ഷനിങ് കമ്മിറ്റിയിൽ ആ പഞ്ചായത്തുകൾ റിസ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യാത്ത റോഡുകൾക്ക് റിസ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു കൊടുത്തിട്ടുണ്ട്. കാണേണ്ട പ്രശ്നം MLA-മാരും നമ്മളും കാണേണ്ടത്, ഈ റോഡ് നമുക്ക് പൊളിച്ചെങ്കിലും പൈപ്പ് ലൈൻ പൂർത്തീകരിച്ച് അത് പ്രഷർ ടെസ്റ്റ് നടത്തി തീർത്തില്ലെങ്കിൽ ആ കുടിവെള്ളം എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും? പൊതുമരാമത്ത് വകുപ്പ് റോഡ് നടക്കുക, ഒരു വർക്ക് നടത്തിയാൽ ആ കോൺട്രാക്ട് എഗ്രിമെൻ്റ് വെച്ചാൽ ആ എഗ്രിമെൻ്റ് പീരീഡ് വരെ അവർക്ക് ആ വർക്ക് പൂർത്തീകരിക്കാൻ സമയം കൊടുക്കണ്ടേ? പക്ഷേ പറയട്ടെ, ആ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതിനുള്ള ചില തടസ്സങ്ങൾ ചില സ്ഥലത്തുണ്ടാകുന്നുണ്ട്. അത് നമ്മൾ പരിഹരിക്കലാണ് ആവശ്യം. അതിന് ഒരു തലത്തിലും വീഴ്ച ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം ഇത്തരം വിഷയങ്ങൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ ആലുവ പെരുമ്പാവൂർ റോഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി പരിശോധിക്കാം. കേരളത്തിൽ എവിടെയെങ്കിലും പ്രശ്നം ആ നിലയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ 8 മാസം കാലാവധി ആ റോഡ് വർക്ക് എടുത്തിരിക്കുന്ന എഗ്രിമെൻ്റ് പീരീഡിനെ പരിശോധിക്കാം. ആ എഗ്രിമെൻ്റ് പീരീഡ് കഴിഞ്ഞിട്ടും ആ റോഡിൽ ആ പ്രവൃത്തി നടക്കുന്നില്ല എങ്കിൽ അത് പ്രത്യേകമായി കണ്ട് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം. ഒന്ന്, അങ്ങനെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും MLA-മാരുമായി വളരെ കണക്ട് ചെയ്ത് മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. നന്നായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ തോതിലല്ല, ഇത് കേരളം മുഴുവൻ സമാനമായി നടക്കുവാണ്. ഇത് നമുക്ക് പുരോഗതി പ്രാപിച്ചു കൊണ്ടുവരണം. ഫണ്ടിൻ്റെ ലഭ്യതയില്ലായ്മ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താ യഥാർത്ഥത്തിൽ കാണേണ്ടത്? 2024-25 സാമ്പത്തിക വർഷത്തേക്ക് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രവിഹിതമായി സംസ്ഥാനത്തിന് 1949.36 കോടി രൂപയാണ് വകയിരുത്തിയത്. അതിൽ ആദ്യ ഗഡുവായി 292.4 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന വിഹിതമായി 255.5 കോടി രൂപ അനുവദിച്ച് ഉത്തരവും കൊടുത്തു. ഇനി വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഇതിന് സമാനമായിട്ടുള്ള മാച്ചിങ് ഷെയർ എന്നും ധനവകുപ്പ് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. ഇതിനാവശ്യമായ തുക കണ്ടെത്തി
ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിഷയങ്ങളിലും സഹിഷ്ണുതയോടുകൂടി കണ്ട് നമുക്ക് ഒരുമിച്ച് പോകലേ മാർഗമുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ആവശ്യമായ നടപടികൾ കഴിയുന്നത്ര വേഗത്തിൽ സ്വീകരിക്കാം.